അർജന്റീന എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഓടിയെത്തുന്ന ഒരു മുഖമുണ്ട്. ഒരു ഫുട്ബോളർ, ഡീഗോ മറഡോണ എന്ന ഒരു മഹാപ്രതിഭയായ ഫുട്ബോളർ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കള് ഇറ്റലിയിലെ മിലാനിൽ നിന്നും അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിൽ കുടിയേറ്റക്കാരായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു മില്ലിലെ സാധാരണ തൊഴിലാളിയായിരുന്നു. മറഡോണ ഉൾപ്പെടുന്ന 6-7 പേരടങ്ങുന്ന കുടുംബം അച്ഛന്റെ ഈ തുച്ഛമായ വരുമാനത്തിലാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. മറഡോണയുടെ കുട്ടിക്കാലത്ത് മറഡോണ പലപ്പോഴും തന്റെ അച്ഛനോട് ആവശ്യപ്പെട്ടിരുന്നു ഒരു ഫുട്ബോൾ വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അച്ഛൻ അതിനുള്ള പണം തികഞ്ഞിരുന്നില്ല. കാരണം 3 നേരം ആഹാരം കഴിക്കാൻ പോലുമുള്ള വരുമാനം മില്ലിൽ നിന്ന് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പലപ്പോഴും ചെറിയ കുട്ടിയായിട്ടുള്ള മറഡോണ കരഞ്ഞ് തളർന്ന് കിടന്നുറങ്ങും. അദ്ദേഹം തന്റെ സുഹൃത്തുക്കളോടൊപ്പം പേപ്പറുകൾ കൂട്ടിക്കെട്ടി പേപ്പറുകൾ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ഫുട്ബോൾ അത് ഉപയോഗിച്ചാണ് കളിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം അച്ഛൻ തീരുമാനിച്ചു ഇവൻ എന്തായാലും ഒരു ഫുട്ബോൾ വാങ്ങിക്കൊടുക്കാം. അങ്ങനെ അദ്ദേഹം ഈ കുട്ടിയായിട്ടുള്ള മറഡോണയ്ക്ക് ഒരു ഫുട്ബോൾ വാങ്ങിക്കൊടുക്കുകയാണ്. അങ്ങനെ ഈ മറഡോണയും സുഹൃത്തുക്കളൊക്കെ കൂടെ ആ ബ്യൂണസ് അയേഴ്സിലെ പ്രാന്ത പ്രദേശങ്ങളില് ചേരികളില് ചേരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീവ ദാരിദ്ര്യമാണ് അവിടെ. മയക്കുമരുന്നൊക്കെ സുലഭമായി ലഭ്യമാണ്. ഇപ്പോഴും ചില ചേരികളൊക്കെ അങ്ങനെ തന്നെയാണ് അർജന്റീനയില്. അങ്ങനെ അദ്ദേഹം പന്ത് കെട്ടി കളിക്കുമ്പോൾ അവിടെ സമീപ പ്രദേശത്തുള്ള ഒരു ലോക്കൽ ക്ലബിന്റെ കോച്ച് മരിയോ ഒറീന അദ്ദേഹം ആ വഴി വരികയാണ്. അദ്ദേഹം ഈ കുട്ടികളൊക്കെ ബാലന്മാർക്ക് പന്ത് തട്ടി കളിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത തോന്നി. ഈ ഒരു ചെറിയ കുട്ടി മറഡോണ ഇദ്ദേഹം പന്ത് തട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഫുട്ബോൾ എപ്പോഴും ഇദ്ദേഹത്തിന്റെ കാലിൽ തന്നെയാണ്. കാരണം ഇദ്ദേഹം എങ്ങോട്ട് പോയെന്ന് പറഞ്ഞാലും പന്തിൽ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണമുണ്ട്. അങ്ങനെ ഈ കുട്ടിയുടെ കളി ശ്രദ്ധിച്ചിട്ട് മരിയ ഒറീന അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു അടുത്ത ആഴ്ച ഒരു സെലക്ഷൻ ട്രയൽസ് ഉണ്ട്, അവിടെ അടുത്തൊരു ക്ലബിന്റെ ആണ്, അപ്പൊ അവിടെ എത്തിച്ചേരണം. അങ്ങനെ മറഡോണ അവിടെ എത്തി, സെലക്ഷൻ ട്രയൽസിന് വേണ്ടി എത്തി. മറഡോണയുടെ ഒരേ ഒരു ആഗ്രഹം ഒരു ഫുട്ബോളർ ആകുക എന്നുള്ളായിരുന്നു. ആ സെലക്ഷൻ ട്രയൽസിൽ കളിപ്പിച്ചു നോക്കിയപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞു നല്ല അസല് കളി. അതായിരുന്നു മറഡോണയുടെ കരിയറിന്റെ ആരംഭം. ഈ മറഡോണയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. ഉദാഹരണത്തിന് മറ്റുള്ള ഫുട്ബോളേഴ്സിനെ പോലെ അദ്ദേഹം ഒരു ഫുട്ബോളിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു വ്യക്തിത്വമായിരുന്നില്ല. ഉദാഹരണത്തിന് അദ്ദേഹം ബാഴ്സലോണയിൽ ആണ് കളിച്ചിരുന്നത്, സ്പാനിഷ് ലീഗില്. അപ്പൊ ബാഴ്സലോണയിൽ അദ്ദേഹം കളിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ, ലോകത്തുള്ള ഏത് ക്ലബ്ബ് വേണമെങ്കിലും എത്ര കോടികൾ കൊടുത്തു വേണമെങ്കിലും മറഡോണയെ വിലയ്ക്ക് വാങ്ങാൻ റെഡിയായിരുന്നു. മറഡോണ ഒരിക്കലും ബാഴ്സലോണ വിട്ട് ഇപ്പോ അതിന് ബാഴ്സലോണയേക്കാൾ സമ്പന്നമായിട്ടുള്ള റയൽ മാഡ്രിഡിലേക്ക് ഒന്നും ഒരിക്കലും പോയിരുന്നില്ല. കാരണം അദ്ദേഹം തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന ഒരു ക്ലബ്ബായിരുന്നു ബാഴ്സലോണ. അദ്ദേഹം എപ്പോഴും തൊഴിലാളികൾക്ക് എന്താ പറയാ, തൊഴിലാളികളോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ദരിദ്രരോടും പാവപ്പെട്ടവരോടും ചേർന്ന് നിൽക്കുന്ന ഒരു ഐഡിയോളജി കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. മാത്രമല്ല മറഡോണയുടെ പ്രത്യേകത ഇതാണ്, 1986 ലോകകപ്പാണ് മറഡോണയെ വാസ്തവത്തില് ഈ ലോകം മുഴുവൻ ആരാധകരുള്ള ഒരു താരമാക്കി വളർത്തിയത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള ക്വാർട്ടർ ഫൈനലില് മറഡോണയുടെ ഡബിൾ ഉയരമുള്ള, അല്ലെങ്കിൽ മറഡോണയേക്കാൾ ഇരട്ടി ഉയരമുള്ള ഇംഗ്ലീഷ് ഗോളി പീറ്റർ ഷെൽട്ടൺ അദ്ദേഹത്തെ കബളിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആദ്യ ഗോൾ നേടുന്നു. ഈ ഗോളിന്റെ പ്രത്യേകത ഇതാണ്, റെഫറി ഒഴിച്ച് ബാക്കി എല്ലാവരും കണ്ടു മറഡോണയുടെ കൈ തട്ടിയാണ് ഗോൾ പോസ്റ്റിലേക്ക് പന്ത് കയറിയത്. ഇംഗ്ലീഷ് കളിക്കാരൊക്കെ ശക്തമായിട്ട് പ്രതിഷേധിച്ചു, പക്ഷേ റെഫറി ഗോൾ വിധിച്ചു. അപ്പൊ അതിനുശേഷം ആ ഗോളിനെ കുറിച്ച് മറഡോണ പറഞ്ഞത് മത്സരശേഷം അത് ദൈവത്തിന്റെ കൈകൊണ്ടുള്ള ഗോളാണ്. അതേ മാച്ചിൽ തന്നെയാണ് അങ്ങനെ എന്താ പറയാ, ആ കരപുരണ്ട ഗോൾ അതിനെ മറികടക്കുന്ന ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറ്റവും മികച്ച ഗോൾ പിറന്നത് അതേ മത്സരത്തിൽ തന്നെയാണ്. 5 ഇംഗ്ലീഷ് ഡിഫൻഡർമാരെ ഉയരം കുറഞ്ഞ കൊറിയ മനുഷ്യനായിട്ടുള്ള മറഡോണ ഡ്രിബിൾ ചെയ്ത് നേടിയ ഗോള് അത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഗോളായിട്ട്, ഗോൾ ഓഫ് ദ സെഞ്ചുറി ആയിട്ടാണ് വാഴ്ത്തപ്പെടുന്നത് ഫുട്ബോൾ പണ്ഡിതന്മാരാൽ. അങ്ങനെ ഐതിഹാസികമായ, ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഒരു ഇതിഹാസമായി മാറിയ ഒരു ജീനിയസ് ആയിരുന്നു മറഡോണ. മറഡോണയുടെ കളിയെ പലപ്പോഴും ബ്രസീലിയൻ ഇതിഹാസമായിരുന്ന പെലെയുടെ കളിയോടാണ് ഉപമിച്ചിട്ടുള്ളത്. പക്ഷെ രണ്ടുപേരും രണ്ട് കാലഘട്ടത്തിലാണ് കളിച്ചിട്ടുള്ളത്. ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു ആവറേജ് ടീമായിരുന്ന, അല്ലെങ്കിൽ ഒരു ശരാശരിക്കാരുടെ സംഘമായിരുന്ന അർജന്റീനയെ 1986 ലോകകപ്പ് ജേതാക്കളാക്കുന്നതില് മറഡോണ എന്ന മഹാപ്രതിഭയുടെ സംഭാവന ഒരിക്കലും വിസ്മരിക്കാനാവില്ല. ഇപ്പോൾ അദ്ദേഹം മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മറഡോണയെ ആളുകൾ സ്മരിക്കുന്നുണ്ട്. ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ആദ്യമായിട്ട് അറിയുന്ന ഫുട്ബോളർ എന്ന് പറയുന്നത് ഡീഗോ മറഡോണയാണ്.
അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ചേരിയിൽ നിന്നൊരു ഫുട്ബോൾ രാജാവ്. ഈ വീഡിയോയ്ക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ ചേരിയിൽ നിന്നൊരു ഫുട്ബോൾ രാജാവ് എന്ന ടൈറ്റിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അത് വായിച്ചിട്ടുള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് അറിയുന്ന ഫുട്ബോളർ മറഡോണയാണ്. ആദ്യമായി അറിയുന്നതുകൊണ്ടല്ല, ഞാൻ കണ്ടിട്ടുള്ള, നേരിട്ട് കളി കണ്ടിട്ടില്ലെങ്കിൽ പോലും ടെലിവിഷനിലും മറ്റും കളി കണ്ടിട്ടുള്ള ഇത്രയധികം പന്തടക്കവും വേഗവും വശ്യതയുമുള്ള ഒരു മാസ്മരികമായിട്ടുള്ള ശക്തിയുള്ള ഒരു ഫുട്ബോൾ പ്ലെയറെ മറഡോണയിൽ അല്ലാതെ മറ്റൊരാളും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ മഹാപ്രതിഭയ്ക്കുള്ള ട്രിബ്യൂട്ട്സ് ആയിട്ട് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ്. താങ്ക് യു.